യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ വധഭീഷണി മുഴക്കിയ ബിജെപിക്കെതിരെ അതേ നാണയത്തിൽ മറുപടിയുമായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. രാഹുൽ മാങ്കൂട്ടത്തലിനെ തൊടാൻ ആർക്കും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തലിനെ തൊട്ടാൽ തൊട്ടവന്റെ കൈവെട്ടുമെന്ന് സുധാകരൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ വെറുതെ കിളുത്തുവന്ന വിത്തല്ലെന്നും വളർത്തിയെടുത്ത വിത്താണെന്നും തൊട്ടാൽ തിരിച്ചടിക്കുമെന്നും പ്രസംഗത്തിലൂടെ കെ സുധാകരൻ പറഞ്ഞു. രാഹുലിനെതിരെ കൊലവിളി നടത്തുന്ന ബിജെപി RSS നേതൃത്വത്തിനെതിരെ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാലക്കാട് കോട്ട മൈതാനത്ത് കെപിസിസി ജനകീയ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ പരിപാടിയിലായിരുന്നു സുധാകരന്റെ ഭീഷണി പ്രസംഗം. അഭ്യാസങ്ങളും അടിയും വെട്ടും ബിജെപിക്ക് മാത്രമുള്ളതല്ല, ഞങ്ങൾ വെട്ടിയാലും നിങ്ങൾക്ക് മുറിയും. അതിനു പറ്റിയ ആൺകുട്ടികൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിനെ ചെയ്തിട്ട് ഇവിടെ നിന്ന് പ്രവർത്തിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറും തോന്നൽ മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ജനമനസ്സിൽ ഭദ്രമാണെന്ന് വിശ്വസിക്കുന്നു. രാഹുലിനെ തൊട്ടാൽ തൊട്ടവന്റെ കൈ വെട്ടിയില്ലെങ്കിൽ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാവില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗോവാറുടെ പേര് നൽകിയതിനെതിരെ പ്രതികരിച്ചതിനാണ് സ്ഥലം MLA ആയ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ BJP നേതാക്കൾ ഭീഷണിയുമായി രംഗത്തെത്തിയത്. RSS നേതാക്കളെ അവഹേളിച്ചാൽ MLA പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു ഭീഷണി. കാൽ ഉള്ളിടത്തോളം കാലം കാൽ കുത്തിത്തന്നെ RSSനെതിരെ സംസാരിക്കുമെന്നും കാൽ വെട്ടിയെടുത്താൽ ഉള്ള ഉടൽ വെച്ച് RSSനെതിരെ സംസാരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയിരുന്നു. ഈ സംസാരം നിർത്തണമെങ്കിൽ നാവറുക്കേണ്ടി വരും. പിന്നെയും RSSനെതിരെ തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിരട്ടലുകളൊന്നും വേണ്ട. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നാണ് BJPക്കാർ പറയുന്നത്. അതിന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുക്കുന്നത് RSS അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കാലം വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. ട്രെയിനിൽ കയറാനും വന്നിറങ്ങാനും കാലുകുത്തി നിൽക്കാനും അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു.